നോമ്പുകാലം എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കാനുള്ള കാലമല്ല, അത് ഒരു വാട്ടത്തിന്റെ കാലമാണ്. എന്തിന്റെ കാലം പറഞ്ഞേ? വാട്ടം. പറഞ്ഞേ വാട്ടം. നിങ്ങൾ സ്കൂളിൽ പോയപ്പോൾ ഭക്ഷണപ്പൊതി ഇലയിൽ വാട്ടി ഭക്ഷണം കൊണ്ടുപോയോ? അങ്ങനെ സ്കൂളിൽ പോകാൻ ഭാഗ്യം കിട്ടിയവർ ഇവിടെ ഉണ്ടെങ്കിലും ഒന്ന് കൈപൊക്കിക്കേ. എന്റെ ചോദ്യം, എന്തിനാണ് ഈ വാഴയില വാട്ടുന്നത്? പറഞ്ഞേ, അറിയാം, പറഞ്ഞേ. അത് കീറിപ്പോകാതിരിക്കാൻ, ഒടിഞ്ഞു പോകാതിരിക്കാൻ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അതിനൊരു ബലം കിട്ടാൻ. അതൊന്ന് വാട്ടിക്കഴിയുമ്പോൾ അല്ലേ, അതൊന്ന് വാട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിനൊരു ബലം കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഴയിലയ്ക്കുണ്ടാവുന്ന വാട്ടം പോലെ നമുക്ക് ഈ നോമ്പ് കാലഘട്ടം എന്താണ്? ഈ വാട്ടം എന്തിനാ? വാടിക്കൊണ്ടിരിക്കാനാണോ? അല്ലല്ല, വാടിക്കൊണ്ടിരിക്കാനല്ല, ബലം കിട്ടാനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നോമ്പ് കാലം വാടാനുള്ള കാലമാണ്. അത് ക്ഷീണത്തിന്റെ കാലമല്ല. പറഞ്ഞേ, ക്ഷീണത്തിന്റെ കാലമല്ല. നോമ്പ് കാലഘട്ടം, ഉപവാസ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിൽ ഉറപ്പിച്ചോണം. കാരണം ഇത് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ദിനങ്ങളാണ്. ഈ കാലഘട്ടം ഇത് വാട്ടത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടിഞ്ഞു കീറിപ്പോകാതിരിക്കാൻ, നിന്റെ ശരീരം നീ പറയുന്നതനുസരിച്ച് നിയന്ത്രിക്കപ്പെടാൻ വേണ്ടി, നിന്റെ മനസ്സിനെ നിന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി, നിന്റെ ജീവിതത്തെ മൊത്തത്തിൽ നമ്മളൊന്ന് വാട്ടിയെടുക്കുന്നത് എന്തിനാ? ഇതിനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി, പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി, നശിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് വാട്ടിയെടുക്കുക. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നോമ്പിന്റെ കാലഘട്ടത്തില് നമ്മളെ തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ? ബലം പ്രാപിക്കുന്നതിന് വേണ്ടിയാ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം, എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ ഞാൻ ബലം പ്രാപിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. എന്തിന് ബലം? ശരീരത്തിന് ബലമല്ല, മറിച്ച് ആത്മീയമായി ബലം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കത് മനസ്സിലായിട്ടില്ല, ഒന്ന് പറഞ്ഞു കൊടുത്തേ. നിന്റെ ആത്മാവിന് ബലം പ്രാപിക്കേണ്ട സമയം.